Dear students, in the last class we learned about linear equations. Now we will learn about how to solve quadratic equation. The equation which has the form ax square plus bx plus c is equal to 0 is called a quadratic equation, and here a, b and c are constants and a is not equal to 0. So example for a quadratic equation can be given as 3x square plus 4x plus 5 equal to 0. We can write other quadratic equations also. And if we solve, we will get the value for x. So a pure quadratic equation is an equation in which b is 0, ax square plus c equal to 0. That will be the form for a pure quadratic equation. So now let us learn how to solve 5x square minus 125 is equal to 0. This is a pure quadratic equation. ഇതൊരു പ്യുവർ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ്. അപ്പോൾ എങ്ങനെയാണ് സോൾവ് ചെയ്യുക? -125 അങ്ങോട്ട് എടുക്കുക. അപ്പോൾ 5x സ്ക്വയർ ഇസ് ഈക്വൽ ടു 125 എന്ന് വരും. അപ്പോൾ എക്സ് സ്ക്വയർ എന്താ? 125/5 25 വന്നു. അപ്പോൾ എക്സിന്റെ വാല്യൂ എന്താ? √25. √25ക്ക് രണ്ട് വാല്യൂസ് വരാം, +or -5. അപ്പോൾ റൂട്ട്സ് ഏതൊക്കെയാ? 5ഉം -5ഉം. ഓക്കെ, അപ്പോൾ സോൾവ് ചെയ്തു, അതാണ് ആൻസർ. ഇനി ക്വാഡ്രാറ്റിക് ഇക്വേഷൻ നമുക്ക് മൂന്ന് തരത്തിലുള്ള സോൾവ് ചെയ്യാം. ഒന്ന് ഫാക്ടറൈസേഷൻ മെത്തേഡ്, വേറെ കംപ്ലീറ്റിംഗ് ദി സ്ക്വയറും, പിന്നെ ഉള്ളത് ക്വാഡ്രാറ്റിക് ഫോർമുല ഉപയോഗിച്ചും. അപ്പോൾ ആദ്യത്തെ ഫാക്ടറൈസേഷൻ മെത്തേഡ് എന്താണെന്ന് നോക്കാം. ഫാക്ടറൈസേഷൻ മെത്തേഡിൽ ഒരു എക്സാമ്പിൾ ആണ് സോൾവ് എക്സ് സ്ക്വയർ - 6x + 8 = 0. അപ്പം ഇങ്ങനെ ഒരു ഇക്വേഷൻ ആണെങ്കിൽ നമുക്ക് ഇതിനെ ഫാക്ടേഴ്സ് ആക്കാം. ഫാക്ടേഴ്സ് ആക്കുമ്പോൾ എന്ത് വരും? x - 4 × x - 2 ആണ് വരിക. അപ്പോൾ x - 4 × x - 2 = 0 എന്ന് നമുക്ക് എഴുതാവുന്നതാണ്. കാരണം ഇതിന്റെ രണ്ട് ഫാക്ടേഴ്സ്, ഈ ഇക്വേഷന്റെ രണ്ട് ഫാക്ടേഴ്സ് x - 4ഉം x - 2 ആണ്. അപ്പൊ ആദ്യത്തെ ഫാക്ടർ x - 4 = 0. അപ്പൊ x എന്ത് വരും? 4 എന്ന് വരും ആൻസർ. രണ്ടാമത്തെ ഇക്വേഷൻ എന്ന് പറയുന്നത് x - 2 = 0 ആണ്. അപ്പൊ x = 2 എന്ന് വരും. ഇക്വേഷന്റെ അപ്പുറത്തേക്ക് എടുക്കുമ്പോൾ -2 + 2 ആവും. അപ്പൊ റൂട്ട്സ് +2ഉം +4ഉം ആണ് ഇതിന്റെ വാല്യൂസ്. ഓക്കെ, അടുത്ത മെത്തേഡ് ഓഫ് കംപ്ലീറ്റിംഗ് സ്ക്വയേഴ്സ് ഓർ ശ്രീധർസ് മെത്തേഡ് എന്ന് വിളിക്കും ഇതിന്. അപ്പൊ അതിനൊരു ഇക്വേഷൻ ആണ് സോൾവ് ചെയ്യാനുള്ളത്. 4x സ്ക്വയർ - 12x + 9 ആണ്. 4x സ്ക്വയർ - 12x + 9 എന്ന് പറയുന്നത് a - b the whole square എന്ന് പറഞ്ഞ ഫോമിലാണ്. അപ്പൊ അതിന് ആ ഫോമിലാക്കുമ്പോൾ എന്ത് വരും? a - b the whole square നമുക്ക് അറിയാവുന്നതാണ്. a സ്ക്വയർ - 2ab + b സ്ക്വയർ ആണ്. അപ്പൊ ഇതിന്റെ ഇതിനെ a - b the whole square ഫോമിലാക്കുമ്പോൾ 2x - 3 the whole square എന്ന് വരും = 0. അപ്പൊ എന്ത് വരും? 2x - 3 = 0. അപ്പൊ എക്സിന്റെ ആൻസർ എന്താ? x = -3നെ ഇക്വേഷന്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ +3 വരും. അപ്പൊ x = 3/2 ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. 3/2 അങ്ങനെയും സോൾവ് ചെയ്യാം. ഇനി മൂന്നാമത്തെ മെത്തേഡ് ഞാൻ പറഞ്ഞു ക്വാഡ്രാറ്റിക് ഫോർമുല ഉപയോഗിച്ചിട്ടുള്ളതാണ്. അതെങ്ങനെയാന്ന് നോക്കാം. അപ്പൊ അതിന്റെ ജസ്റ്റ് ഡെറിവേഷൻ ഒന്ന് പറയാണ്. ax സ്ക്വയർ + bx + c = 0 എന്നാണ്. അങ്ങനെയാണെങ്കിൽ +c അങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ ax സ്ക്വയർ + bx = -c വരും. ഇനി ഇക്വേഷൻ മൊത്തത്തിൽ 4a വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ എന്ത് വരും? 4a സ്ക്വയർ x സ്ക്വയർ + 4abx = -4ac. ഇനി ഇതിന്റെ കൂടെ ബി സ്ക്വയർ ആഡ് ചെയ്യുക. ആഡിങ് ബി സ്ക്വയർ. അപ്പൊ എന്ത് വരും? 4a സ്ക്വയർ x സ്ക്വയർ + 4abx + b സ്ക്വയർ = b സ്ക്വയർ - 4ac. ഇനി ഇതെന്താണെന്ന് നമുക്കറിയാവുന്നതാണ്. a + b the whole square ഫോമിലാണ്. അതിനപ്പം ഇതിനെ ആ ഫോമിലാക്കുമ്പോൾ 2ax + b സ്ക്വയർ ആവും. അപ്പൊ 2ax + b സ്ക്വയർ = b സ്ക്വയർ - 4ac. ഇനി അതിന്റെ റൂട്ട് എടുക്കുക. അപ്പൊ എന്ത് വരും? 2ax + b = ± √b സ്ക്വയർ - 4ac. അപ്പൊ 2ax + b ഇങ്ങോട്ട് കൊണ്ടുവന്നു. അപ്പൊ -b ± √b സ്ക്വയർ - 4ac. അപ്പൊ x = -b ± √b സ്ക്വയർ - 4ac/2a. ഈ 2a താഴേക്ക് കൊണ്ടുവന്നു. ഇക്വേഷൻ അപ്പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ താഴേക്ക് പോയതാണ് -2a വന്നത്.
അപ്പൊ ഇതാണ് സൊല്യൂഷൻ. എക്സ് ഇസ് ഇക്വൽ ടു, ഈ സൊല്യൂഷൻ കാണാതെ പഠിക്കുക, ഡെറിവേഷൻ പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷെ ഇക്വേഷൻ കാണാതെ പഠിക്കുക. എക്സ് ഇസ് ഇക്വൽ ടു മൈനസ് ബി പ്ലസ് ഓ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac ബൈ 2a. അതാണ് ക്വാഡ്രാറ്റിക് ഫോർമുലയുടെ സൊല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പൊ അത് വെച്ചിട്ട് നമുക്ക് ഇത് സോൾവ് ചെയ്യാം. 2x സ്ക്വയർ പ്ലസ് 8x പ്ലസ് 8 ഈക്വൽ ടു 0. ഇവിടെ a 2 ആണ്, b 8 ആണ്, c 8 ആണ്. ഈ ഇക്വേഷനിൽ സോൾവ് ചെയ്യുക. എക്സ് ഇസ് ഇക്വൽ ടു മൈനസ് ബി പ്ലസ് ഓ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac ബൈ 2a. അതിലെല്ലാവരും ഇട്ട് കൊടുക്കുക. മൈനസ് 8 പ്ലസ് ഓ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ 64 ആയി, മൈനസ് 4 ഇൻറ്റു 2 ഇൻറ്റു 8 ഡിവൈഡഡ് ബൈ 2a. 2a എന്ന് പറയുമ്പോൾ 2 ഇൻറ്റു 2 വരും. അപ്പൊ എന്ത് വരും? മൈനസ് 8 പ്ലസ് ഓ മൈനസ് 64 മൈനസ് 64 ഡിവൈഡഡ് ബൈ 4. അപ്പൊ എന്തോ ഒരു ഇക്വേഷൻ മൈനസ് 8 പ്ലസ് ഓ മൈനസ് 0 വരും. 64 മൈനസ് 64 എന്നത് 0 ആണ്, ഡിവൈഡഡ് ബൈ 4. അപ്പൊ മൈനസ് 8 ബൈ 4ഉം മൈനസ് 8 ബൈ 4ഉം രണ്ട് പ്രാവശ്യം വരുമ്പോ അപ്പൊ രണ്ടും എന്താ? മൈനസ് 2 മൈനസ് 2. അപ്പൊ രണ്ട് വാല്യൂസ് വരും, മൈനസ് 2 മൈനസ് 2. ഒരെണ്ണമായിട്ട് എഴുതിയാലും മതി. മൈനസ് 2 ആണ് അതിന്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത്. അടുത്ത ഇക്വേഷൻ, സോൾവ് ദ ഇക്വേഷൻ എക്സ് സ്ക്വയർ മൈനസ് 4x പ്ലസ് 3 ഈക്വൽ ടു 0. ഇതിൽ a 1 ആണ്, b മൈനസ് 4 ആണ്, c 3 ആണ്. അപ്പൊ നമ്മുടെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. നമ്മൾ കാണാതെ പഠിച്ചിട്ടുള്ള ഇക്വേഷൻ ആണ്. മൈനസ് ബി പ്ലസ് ഓ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac ബൈ 2a. അപ്പൊ എന്ത് വരും? 4 പ്ലസ് ഓ മൈനസ് റൂട്ട് ഓഫ് 16 മൈനസ് 4 ഇൻറ്റു 1 ഇൻറ്റു 3 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 1. 4 plus or minus root of 16 minus 12 by 2. By 2. 4 plus or minus root of 4 by 2. 4 plus or minus 2 by 2. അതായത് 6 by 2 വരും, പിന്നെ 2 by 2 വരും. അപ്പൊ ആൻസേഴ്സ് 3ഉം 1ഉം. 3ഉം 1ഉം ആണ് അതിന്റെ വാല്യൂസ്. ഇതൊക്കെ ബുക്കിൽ ചെയ്ത് നോക്കുക. സിമ്പിൾ ആയിട്ടുള്ള ഇക്വേഷൻസ് ആണ്. ജസ്റ്റ് ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് കിട്ടും. ആ ഇക്വേഷൻ ക്വാഡ്രാറ്റിക് ഫോർമുല കാണാതെ പഠിക്കുക. ഓക്കെ, അടുത്ത പ്രോബ്ലം ആണ്. സോൾവ് ദ ഇക്വേഷൻ 2x പ്ലസ് 5 ഡിവൈഡഡ് ബൈ എക്സ് ഈക്വൽ ടു 7. അപ്പൊ ഇതിനെ നമ്മൾ ആദ്യം ക്വാഡ്രാറ്റിക് ഇക്വേഷൻ പോലെ ആക്കണം, എന്നിട്ടാണ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ മൾട്ടിപ്ലൈ ത്രൂ ഔട്ട് ബൈ എക്സ്. എക്സ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ 2x സ്ക്വയർ പ്ലസ് 5 ഈക്വൽ ടു 7x എന്ന് വരും. ഈ 7s ഇക്വേഷന്റെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരിക. അപ്പൊ 2x സ്ക്വയർ മൈനസ് 7x പ്ലസ് 5 ഈക്വൽ ടു 0. അപ്പൊ ഇപ്പൊ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ ഫോമിലായി. അപ്പൊ അതിൽ നിന്ന് നമുക്ക് a ഈക്വൽ ടു 2 എന്ന് കിട്ടും, b ഈക്വൽ ടു മൈനസ് 7 എന്ന് കിട്ടും, c ഈക്വൽ ടു 5 എന്ന് കിട്ടും. ഈ ക്വാഡ്രാറ്റിക് ഫോർമുല എഴുതുക. x is equal to minus b plus or minus root of b square minus 4ac by 2a. എന്നിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ നമ്മളെ വാല്യൂസ്. മൈനസ് ഓഫ് മൈനസ് 7 പ്ലസ് 7 വരും, പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് 49 മൈനസ് 4 ഇൻറ്റു 2 ഇൻറ്റു 5 ഡിവൈഡഡ് ബൈ 2a. 2 ഇൻറ്റു 2 വരും. അപ്പൊ 7 പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് 9 ഡിവൈഡഡ് ബൈ 4 വരും. അതായത് 7 പ്ലസ് ഓർ മൈനസ് 3 ബൈ 4 വരും. അപ്പൊ 7 പ്ലസ് 3 ബൈ 4 7 മൈനസ് 3 ബൈ 4 വരും. 7 പ്ലസ് 3 ബൈ 4 എന്ന് പറഞ്ഞിട്ട് 10 ബൈ 4ഉം 7 മൈനസ് 3 ബൈ 4 എന്ന് പറഞ്ഞാൽ 4 ബൈ 4ഉം. അപ്പൊ 5 ബൈ 2ഉം 1ഉം ആൻസർ ആയിട്ട് കിട്ടും. ഇതാണ് സൊല്യൂഷൻ. അടുത്ത ഇക്വേഷൻ നോക്കാം. സോൾവ് y സ്ക്വയർ മൈനസ് y ഈസ് ഇക്വൽ ടു 7. ഇതിനെ ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ ഫോമിലേക്ക് ആക്കുക. പ്ലസ് 7 ഇങ്ങോട്ട് കൊണ്ടുവരിക. അപ്പൊ y സ്ക്വയർ മൈനസ് y മൈനസ് 7 ഇസ് ഇക്വൽ ടു 0 എന്ന് വരും. ഇതിൽ a ഈക്വൽ ടു 1 ആണ്, b ഈക്വൽ ടു മൈനസ് 1 ആണ്, c ഈക്വൽ ടു മൈനസ് 7 ആണ്. ഇത് നമ്മുടെ ക്വാഡ്രാറ്റിക് ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. y ഇസ് ഇക്വൽ ടു മൈനസ് b പ്ലസ് ഓ മൈനസ് റൂട്ട് ഓഫ് b സ്ക്വയർ മൈനസ് 4ac ബൈ 2a. കാണാതെ പഠിക്കുക ഇക്വേഷൻ. ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. a 1 ആണ്, b മൈനസ് 1 ആണ്. മൈനസ് ഓഫ് മൈനസ് 1 പ്ലസ് 1 വരും, പ്ലസ് ഓ മൈനസ് റൂട്ട് ഓഫ് 1 സ്ക്വയർ 1 തന്നെ വരും, മൈനസ് 4 ഇൻറ്റു 1 ഇൻറ്റു മൈനസ് 7 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 1. അപ്പൊ 1 പ്ലസ് ഓ മൈനസ് റൂട്ട് ഓഫ് 1 പ്ലസ് 28 വരും, ഡിവൈഡഡ് ബൈ 2.
അപ്പോൾ 1 പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് 29/2. ഇപ്പോൾ 29 സ്ക്വയർ റൂട്ട് എടുക്കാന്ന് പറയുന്നത് ഡെസിമൽ പ്ലേസ് വരും. അപ്പം ഇങ്ങനെ എഴുതിയാൽ മതി 1 പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് 29/2. അതായത് 1 പ്ലസ് റൂട്ട് ഓഫ് 29/2 1 മൈനസ് റൂട്ട് ഓഫ് 29/2 എന്നും എഴുതിയാൽ മതി. അടുത്ത ഇക്വേഷൻ ആണ് സോൾവ് എക്സ് പ്ലസ് വൈ ഇൻറ്റു എക്സ് പ്ലസ് 2 മൈനസ് 3 ഈക്വൽ ടു 0. അപ്പം ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം, എക്സ് പ്ലസ് 1ഉം എക്സ് പ്ലസ് 2ഉം അതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പം എന്ത് വരും, എക്സ് സ്ക്വയർ പ്ലസ് 2x പ്ലസ് എക്സ് പ്ലസ് 2 മൈനസ് 3 ഈക്വൽ ടു 0 വരും. വീണ്ടും സോൾവ് ചെയ്യാം. എക്സ് സ്ക്വയർ പ്ലസ് 2x പ്ലസ് എക്സ് എത്രയാ 3x മൈനസ് 1 ഈക്വൽ ടു 0. ഇപ്പം അത് ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ ഫോമിലായി. അപ്പൊ എ ഈക്വൽ ടു 1 ആണ്, ബി ഈക്വൽ ടു 3 ആണ്, സി ഈക്വൽ ടു -1 ആണ്. നമുക്കറിയാം, കിട്ടി. അങ്ങനെയാണ് ക്വാഡ്രാറ്റിക് ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. x is equal to minus b plus or minus root of b square minus 4ac/2a. അപ്പോൾ -3 plus or minus root of 9 minus 4 into 1 into -1 divided by 2 into 1. 4 into 1 into -1 എന്ന് പറഞ്ഞാൽ +4 വരും. അപ്പോൾ -3 plus or minus root of 9 plus 4/2. -3 plus or minus root of 13/2. റൂട്ട് ഓഫ് 13 എടുക്കാൻ പറ്റില്ല, അപ്പൊ അങ്ങനെ തന്നെ എഴുതിയാൽ മതി. -3 പ്ലസ് റൂട്ട് ഓഫ് 13/2ഉം -3 മൈനസ് റൂട്ട് ഓഫ് 13/2. അതാണ് രണ്ട് സൊല്യൂഷൻസ്. ഇനി ഒരു വേർഡ് പ്രോബ്ലം ആണ്. ഡിമാൻഡ് ഫോർ ഗുഡ്സ് ഓഫ് ആൻ ഇൻഡസ്ട്രി ഇസ് ഗിവൺ ബൈ ദി ഇക്വേഷൻ PQ = 100 ആൻഡ് സപ്ലൈ ഇസ് ഗിവൺ ബൈ ദി ഇക്വേഷൻ 20 + 3P = Q, where P is the price and Q is the quantity. Find P and Q. അപ്പോൾ പിയും ക്യൂവും കണ്ടെത്തണം. രണ്ട് ഇക്വേഷൻസ് ഉണ്ട്. ഫസ്റ്റ് ഇക്വേഷൻ PQ = 100, 20 + 3P = Q, അത് രണ്ടാമത്തെ ഇക്വേഷൻ. അപ്പൊ ക്യൂ ഇതാണെങ്കിൽ നമുക്ക് ഫസ്റ്റ് ഇക്വേഷനിൽ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം ക്യൂയുടെ വാല്യൂ. അപ്പൊ P × 20 + 3P = 100 എന്ന് വന്നു. അപ്പൊ എന്തായി, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. അപ്പൊ എന്താ പറയുക, 20P വരും, പിന്നെ 3P² വരും. 100 ഇങ്ങോട്ട് എടുക്കുക. അപ്പൊ -100 = 0. ഇതെന്തായി, ഇതൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആയി. P ആണ് വേരിയബിൾ. അപ്പൊ പിയുടെ വാല്യൂ എഴുതാം. P = -b + or minus root of b² minus 4ac/2a. അപ്പൊ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എയുടെ വാല്യൂ 3 ആണ്, ബിയുടെ വാല്യൂ 20 ആണ്, സിയുടെ വാല്യൂ -100 ആണ്. അപ്പൊ അതെല്ലാം ചെയ്യാം. -20 + or minus root of 400 minus 4 × 3 into -100 divided by 2 into 3. ഇത് സോൾവ് ചെയ്യുമ്പോൾ എന്ത് വരും, -10ഉം 10/3ഉം കിട്ടും. ഇപ്പൊ P എന്ന് പറയുന്നത് പ്രൈസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഒരിക്കലും മൈനസ് വാല്യൂ എടുക്കാൻ പറ്റില്ല. അപ്പൊ പോസിറ്റീവ് വാല്യൂ എടുക്കുക. അപ്പൊ P = 10/3 എന്ന് പറയുന്നതാണ് സൊല്യൂഷൻ. ഈ P 10/3 ആണെങ്കിൽ നമുക്ക് ക്വാണ്ടിറ്റി കണ്ടെത്താം. ക്വാണ്ടിറ്റി എന്താണെന്ന് നമ്മൾ പഠിച്ചതാണ്. 20 + 3P ആണ്. 20 + 3Pയുടെ അവിടെ Pക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ 20 + 10 വരും, = 30 വരും. അതായത് ഇക്വിലിബ്രിയം പ്രൈസ് എന്ന് പറയുന്നത് 10/3ഉം ക്വാണ്ടിറ്റി 30ഉം ആണ്. നമുക്ക് ആൻസർ കിട്ടും. Now let us discuss solution of equations which can be changed to quadratic form. ചില ഇക്വേഷനെ നമുക്ക് ക്വാഡ്രാറ്റിക് ഫോമിലേക്ക് ആക്കാൻ പറ്റും. കുറച്ച് നമ്മൾ ചെയ്തു, വീണ്ടും നമുക്ക് പലതരത്തിലുള്ള ഇക്വേഷൻസ് നമുക്ക് നോക്കാവുന്നതാണ്. അതിനെ ക്വാഡ്രാറ്റിക്കിലേക്ക് നമുക്ക് വേണമെങ്കിൽ ഒന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആക്കാൻ പറ്റും. സോൾവ് x⁴ - 10x² + 9 = 0. ഒറ്റ നോട്ടത്തിൽ ഇത് ക്വാഡ്രാറ്റിക് ഒന്നുമില്ല, പക്ഷെ വേണമെങ്കിൽ നമുക്ക് ഇതിനെ ക്വാഡ്രാറ്റിക് ആക്കാം. എങ്ങനെയാ, പുട്ട് x² = y. x² y എന്ന് ഇടുവാണ്. അപ്പൊ എന്ത് വരും, അപ്പൊ ഇവിടെ y² വരും. -10y + 9 = 0 എന്ന് ഇക്വേഷൻ മാറും. y² - 10y + 9 = 0. ഇവിടുത്തെ വേരിയബിൾ y ആയതുകൊണ്ട് നമുക്ക് y-യുടെ ഇക്വേഷൻ എഴുതാവുന്നതാണ്. y is equal to -b + or minus root of b² minus 4ac = 2a. a ഇവിടെ 1 ആണ്, b -10 ആണ്, c 9 ആണ്. സോൾവ് ചെയ്യാം. y equal to +10 + or minus root of 100 minus 4 into 1 into 9 divided by 2 into 1. എന്ത് വരും, 10 + or minus 8 = 8 divided by 2. അപ്പൊ എന്ത് വന്നു, വാല്യൂസ് എന്ത് വന്നു,
18/2 പിന്നെന്താ 2/2 അപ്പൊ 9 ഉം 1 ഉം ആൻസർ വന്നു. y ഈക്വൽ ടു 1 or 9. അപ്പൊ എക്സ് സ്ക്വയർ എന്ന് പറയുന്നതാണ് നമ്മൾ y എന്ന് എഴുതിയിരിക്കുന്നത്. അപ്പൊ എക്സിന്റെ വാല്യൂ എന്ത് വരും? റൂട്ട് ഓഫ് y ആണ്. അപ്പൊ when y ഈക്വൽ ടു 1 x is equal to root of 1 അപ്പൊ പ്ലസ് ഓർ മൈനസ് 1 വന്നു. when y ഈക്വൽ ടു 9 x is equal to root of 9 അപ്പൊ പ്ലസ് ഓർ മൈനസ് 3 എന്ന് വന്നു. അപ്പൊ ഇവിടെ എക്സിന് 4 വാല്യൂസ് വരും. 1 -1 3 -3 അത്രയും 4 വാല്യൂസ് നമുക്ക് സൊല്യൂഷൻ ആയിട്ട് കിട്ടും. അതുപോലെ തന്നെ വേറൊരു പ്രോബ്ലം കൂടി ചെയ്യാണ്. സോൾവ് ദി ഇക്വേഷൻ എക്സ് പ്ലസ് റൂട്ട് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 6/25. ഞാൻ പറഞ്ഞത് ഒറ്റ നോട്ടത്തിൽ ക്വാഡ്രാറ്റിക് ഒന്നുമല്ല, പക്ഷെ ഇതിനെ ക്വാഡ്രാറ്റിക് ആക്കാം നമുക്ക് വേണമെങ്കിൽ. എന്തിങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുട്ട് റൂട്ട് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു വൈ. റൂട്ട് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു വൈ എന്നിടാ. അപ്പൊ എക്സ് എന്ത് വരും? എക്സ് ഇസ് ഈക്വൽ ടു വൈ സ്ക്വയർ വരും. അപ്പൊ ഇക്വേഷൻ എങ്ങനെയാവും? എക്സ് ന് പകരം നമ്മൾ വൈ സ്ക്വയർ ഇടുന്നു, റൂട്ട് ഓഫ് എക്സിന് പകരം നമ്മൾ വൈ ഇടുന്നു, പിന്നെ ഈക്വൽ ടു 6/25. ഇനി നമ്മൾ ഇതിനെ ഇക്വേഷന്റെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നു. അപ്പൊ വൈ സ്ക്വയർ പ്ലസ് വൈ മൈനസ് 6/25 ഇസ് ഈക്വൽ ടു 0. ഇനി 25 വെച്ച് മൊത്തം മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ എന്ത് വരും? 25y സ്ക്വയർ പ്ലസ് 25y മൈനസ് 6 ഇസ് ഈക്വൽ ടു 0. ഇപ്പൊ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഇതൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആയിട്ടുണ്ട്. വേരിയബിൾ y ആണ്. അപ്പൊ yയുടെ ഇക്വേഷൻ എന്ത് വരും? y ഈക്വൽ ടു മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac ഇസ് ഈക്വൽ ടു ഡിവൈഡ് ബൈ 2a. അപ്പൊ ഇവിടെ a എന്ന് പറയുന്നത് 25, b എന്ന് പറയുന്നത് 25, c എന്ന് പറയുന്നത് -6 ആണ്. അപ്പൊ എല്ലാ വാല്യൂസും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. -25 പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് 625 പ്ലസ് 600 ഡിവൈഡഡ് ബൈ 50 അങ്ങനെ വരും. 2a എന്ന് പറയുന്നത് 2 × 25 50 വരും. അപ്പൊ -25 പ്ലസ് ഓർ മൈനസ് 35, 625 പ്ലസ് 600 അതിന്റെ റൂട്ട് എടുക്കുമ്പോൾ 35 വരും. അപ്പൊ പ്ലസ് ഓർ മൈനസ് 35 ബൈ 50. അപ്പൊ എന്താ വരും? -25 പ്ലസ് 35 ബൈ 50യും -25 മൈനസ് 35 ബൈ 50 വരും. ഇത് രണ്ട് ആൻസേഴ്സ് വരും. 1/5ഉം -6/5ഉം വരും. അപ്പൊ വൈക്ക് രണ്ട് വാല്യൂസ് ഉണ്ട്. അപ്പൊ നമുക്ക് ഇവിടെ കൊണ്ടേ അതിനെ ഇടാം. when y equal to -6/5 root of x is equal to -6/5. അപ്പൊ എക്സിന്റെ വാല്യൂ എന്താ? ഇതിന്റെ സ്ക്വയർ എടുക്കുക. അപ്പൊ x is equal to -6/5 the whole square. അപ്പൊ എന്ത് വരും? -36/25. അപ്പൊ ഒരു വാല്യൂ കിട്ടി 36/25. ഇനി അടുത്ത വാല്യൂ എന്തായിരുന്നു? 1/5 ആണ്. അതിടാം. when y equal to 1/5 root of x is equal to 1/5. അപ്പൊ x is equal to what? 1/5 the whole square. അതായത് 1/25. അപ്പൊ രണ്ട് സൊല്യൂഷൻസ് വന്നു. 36/25ഉം പിന്നെന്താ 1/25ഉം. അതാണ് എക്സിന്റെ വാല്യൂസ്. ഇനി നമുക്ക് ഞാനൊരു ഇക്വേഷൻ ഹോംവർക്ക് ആയിട്ട് തരികയാണ്. ഇതാണ് ഹോംവർക്ക്. സോൾവ് x raised to 10 minus 33 x raised to 5 plus 32 equal to 0. ഇതിന്റെ ജസ്റ്റ് ക്ലൂ ഞാൻ പറയാണ്. പുട്ട് y equal to x raised to 5. y equal to x raised to 5 എന്ന് പറയുമ്പോൾ ഇക്വേഷൻ എങ്ങനെയായിട്ട് മാറും? y സ്ക്വയർ മൈനസ് 33y പ്ലസ് 32 equal to 0 എന്ന് വരും. അപ്പൊ ആ ഇക്വേഷൻ ക്വാഡ്രാറ്റിക് ഫോമിലായി. പിന്നെ നമുക്ക് ക്വാഡ്രാറ്റിക് ഫോർമുല ഉപയോഗിച്ച് അതിനെ സോൾവ് ചെയ്യാം. എന്നിട്ട് എക്സിന്റെ വാല്യൂസ് കണ്ടെത്താം. ആദ്യം വൈന്റെ വാല്യൂസ് കിട്ടും, പിന്നെ അതിന് എക്സിന്റെ വാല്യൂസ് നമുക്ക് കിട്ടുന്നതായിരിക്കും. ഈ മുകളിൽ ചെയ്തിരിക്കുന്ന പോലെ തന്നെ അതേ മാതൃകയിൽ ഹോംവർക്ക് ആയിട്ട് ആ ഇക്വേഷൻ ചെയ്യുക. ഓക്കെ, താങ്ക് യു.